Good afternoon. Good afternoon, teacher. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 2 പേജും കൂടി ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ഇന്നിപ്പോ നമുക്ക് കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം. ഓക്കെ, നമ്മൾ എവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ക്ലീനിങ് ഡ്യൂട്ടി അല്ലെ? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ ദ പേഷ്യന്റ് റൂം പറഞ്ഞു. പിന്നെ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് അല്ലെ? ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ വരെ ആ 4 പോയിന്റ്സ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? അതെ. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓക്കെ, പേഷ്യന്റ് റൂമിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് പറഞ്ഞു. അതിലൊരു 7 പോയിന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണ്? ബാത്റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയർ എന്തൊക്കെ ക്ലീനിങ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം 4 പോയിന്റ്സ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളാണ് നെക്സ്റ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന. ടെർമിനൽ, വാട്ട് യു മീൻ ബൈ ടെർമിനൽ? TRMINAL, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നേ? ഡീറ്റെയിൽ ആയിട്ട് അതായത് തീവ്രമായിട്ടുള്ള റൂം ക്ലീനിങ് ടാസ്കുകൾ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ. നോക്കിയേ, ഫസ്റ്റ് വൺ, make firm that the patient has been discharged and room vacant. ഒന്നാമത്തെ പറഞ്ഞത് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തുവെന്നും, ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ സാധാരണ ഡെയിലി ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു പേഷ്യന്റ് എന്താ പറയാ ഡിസ്ചാർജ് ആയി റൂം വെക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങുകൾ നടക്കുന്നത്. കുറച്ചും കൂടിയും സമയം എടുത്ത് തന്നെ എല്ലാം ക്ലീനിങ്, ചവിട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ, വിൻഡോസ് അതൊക്കെ തുടയ്ക്കും. പിന്നെ അതുപോലെ ബെഡ്, പില്ലോസ്, പില്ലോ എന്താ കവറുകള്, ബെഡ് കവർ, പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ ടോയ്ലറ്റ് ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മൊത്തം നമ്മൾ എന്താ പറയാ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പൊ അതിനകത്ത് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളിൽ വരുന്നതാണ് നമ്മൾ ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു എന്നും അതുപോലെ തന്നെ ഈ റൂം വേക്കന്റ് ആയെന്നും ഉറപ്പാക്കുക. Make firm that the patient has been discharged and room vacant. പേഷ്യന്റ് ഡിസ്ചാർജ് ആയെന്നും ആ റൂം വേക്കന്റ് ആണെന്നും എന്ത് ചെയ്യുക? ഉറപ്പാക്കുക. നെക്സ്റ്റ്, പെർഫോം ഹാൻഡ് ഹൈജീൻ. എന്താ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുക. വിയർ ഗ്ലൗസ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, ഗ്ലൗസ് ആണ് കേട്ടോ. GLOVES, ഗ്ലൗസ് ധരിക്കുക. പിന്നെ പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ പ്ലേസ് ചെയ്യുക. പെർഫോം ഹാൻഡ് ഹൈജീൻ, വിയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഡോറിന്റെ പുറത്ത് സേഫ്റ്റി സൈനുകൾ പെർഫോം ചെയ്യുക. നെക്സ്റ്റ് ആണ് ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ്. മാട്രസ് എന്ന് പറഞ്ഞ എന്താ? ബെഡുകൾ അല്ലെ? ബെഡ്, ഈ ബെഡിന്റെ ടോപ്പ്, ആ ടോപ്പ് കവർ, ടോപ്പ്, ബോട്ടം, ബെഡിന്റെ താഴെ, സൈഡ് ഒക്കെ ഡിസ്ഇൻഫെക്റ്റ് ആക്കുക, അണുവിമുക്തമാക്കുക. അതൊക്കെ ഒന്ന് എന്താ പറയാ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്. ഇപ്പൊ സാധാരണ എല്ലാ ദിവസവും വരുമ്പോ എന്താ മൊത്തം എന്താ ബെഡിന്റെ അടിയിലും അല്ലെങ്കിൽ സൈഡിലും ഒക്കെ അങ്ങനെ അത്ര ഡീപ്പായിട്ട് ക്ലീനിങ് നടത്തുന്നില്ല. അപ്പൊ ഈ ടെർമിനൽ റൂം ക്ലീനിങ്ങിൽ വരുന്ന ടാസ്കുകളാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ്. ഇവിടെ നോക്കിയാൽ ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ്, നമ്മുടെ ബെഡിന്റെ ടോപ്പുകളൊക്കെ ക്ലീൻ ആക്കുക. ഡിസ്ഇൻഫെക്ട് എന്ന് വെച്ചാൽ എന്താ? അണുവിമുക്തമാക്കുക. ടോപ്പുകൾ, ബോട്ടം ആൻഡ് സൈഡ്സ്. റീപ്ലേസ് കവർ റീപ്ലേസ് ചെയ്യുക. ഏതൊക്കെയാണ്? ബെഡ് കവർ, പില്ലോ കവർ, ബെഡ് കവർ ഒക്കെ റീപ്ലേസ് ചെയ്യുക. ആ ബെഡിന്റെ ടോപ്പ്, ബോട്ടം, സൈഡുകളൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ആക്കുക, അണുവിമുക്തമാക്കുക. നെക്സ്റ്റ്, വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ്, നോട്ട് സൈൻസ് ഓർ ഡാമേജ്.
സ്റ്റെയിൻസ് ഓർ ഡാമേജ്. ഇവിടെ നോക്കിയേ, വാക്വം ചെയ്യുക. ആൻഡ് പോളിഷ് ഫർണിച്ചർ, അവിടെ കിടക്കുന്ന ഫർണിച്ചേഴ്സ്, അത് മേശ ഉണ്ടാവും, ചെയർ ഉണ്ടാവും, അങ്ങനെയുള്ള അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ് അത് പോളിഷ് ചെയ്യുക, തുടയ്ക്കുക. പിന്നെ ടേൺ കുഷ്യൻസ് ഒക്കെ മാറ്റുക, തിരിക്കുക. അതാണ് ടേൺ എന്ന് പറഞ്ഞാൽ, ടേൺ കുഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുഷ്യൻസ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കുക. പിന്നെ നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്, സ്റ്റെയിനുകള്, എന്തെങ്കിലും സ്റ്റെയിനുകളിലൊക്കെ പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. സ്റ്റെയിൻസ് ഓർ ഡാമേജ്, എന്തെങ്കിലും ഇപ്പോ ഡാമേജുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇനി അത് ആ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നെക്സ്റ്റ് ഒരു പേഷ്യന്റിന് അവിടെ എന്താ പറയാ റൂമിലേക്ക് വരാനുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാല് എന്തെങ്കിലും ഡാമേജുകളൊക്കെ ആ ഫർണിച്ചേഴ്സിനൊക്കെ പറ്റിയിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻ, എന്തെങ്കിലും പാടുകളൊക്കെ എന്തെങ്കിലും കൊണ്ടുള്ള പാടുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഫ്ത് പോയിന്റ് ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഏതൊക്കെയാണ്? വീൽ ചെയേഴ്സ്, IV പോൾസ്. IV പോൾ എന്ന് കേട്ടിട്ടുണ്ടോ? IV പോൾ, IV പോൾസ് എന്താണ് അതിന്റെ ഫുൾ എന്ന് അറിയോ? IV പോൾ എന്നുള്ളത് ഇൻട്രാവീനസ് പോൾസ് എന്നാ പറയുന്നത്. ഇൻട്രാവീനസ് പോൾസ് ആണ് IV പോൾ എന്ന് പറയുന്നത്. അപ്പൊ IV പോൾസ് മീൻ ഇൻട്രാവീനസ് പോൾസ്, IV പോൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഗ്ലൂക്കോസ് ഒക്കെ ഇടാനായിട്ട് ഒരു സ്റ്റാൻഡ്, ഗ്ലൂക്കോസ് ഒക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? ആ, അതാണ് ഇൻട്രാവീനസ് പോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അലൂമിനിയം അല്ലെങ്കിൽ ഒക്കെ വെച്ച് എന്താ സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സ്റ്റാൻഡ് പോലെയാണ് അത്. അതിന്റെ ബോട്ടത്തില് ഇതുണ്ട്, ഈ വീലുകൾ ഉണ്ട്. അത് അവര് ഉന്തിക്കൊണ്ട് വരാൻ പാകത്തിന് ഇതിന് 2 ടൈപ്പും ഉണ്ട് കേട്ടോ. വലിയ വിലയില്ലാത്ത ഒരു സ്റ്റാൻഡ് ആണെങ്കിൽ നമ്മൾ അത് എടുത്തോണ്ട് വന്ന് അടുത്ത ഇതിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണത് നമ്മൾ എടുത്തോണ്ട് വരും. അല്ലെങ്കിൽ വീൽസ് ഉണ്ട്, അപ്പൊ വീൽസ് കൊണ്ട് നിരക്കി കൊണ്ടുവന്ന് പേഷ്യന്റിന്റെ അടുത്ത് വെക്കാം. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവും? അതിന്റെ ടോപ്പിൽ ഇങ്ങനെ കൊളുത്ത് പോലെ ഉണ്ടാവില്ലേ, ഈ ഗ്ലൂക്കോസിന്റെ ബാഗ് ട്രിപ്പ് ഒക്കെ ഇടാൻ നേരത്തെ അതൊക്കെ കൊളുത്തി ഇടാനായിട്ട് മുകളില് ആ ബോട്ടത്തിലായിട്ട് ഒരു കൊളുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് IV പോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്യുപ്മെന്റ്സുകള്, മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക, വിമുക്തമാക്കുക. വീൽ ചെയേഴ്സ്, IV പോൾസ്. IV പോൾ ഒന്ന് എഴുതി വെച്ചേ, IV പോൾസ്. IV പോൾസ് എന്ന് പറഞ്ഞ ഇൻട്രാവീനസ് പോൾസ്, INTRAVENOUS, ഇൻട്രാവീനസ് പോൾസ്. IV പോൾസ് എന്ന് പറയുന്നത് ഇൻട്രാവീനസ് പോൾസ്. ഓക്കെ, ഡെഫിനേഷൻ എഴുതിക്കോ. ഇൻട്രാവീനസ് പോൾസ്, ഇൻട്രാവീനസ് പോൾസ് are medical devices. Intravenous poles are medical devices. Designed, DESIGNED, designed as a slender iron, SLENDER, slender iron or aluminum portable pole, portable, PORTABLE, portable pole with adjustable height, comma, a 4 to 5 wheeled base, 4 to 5 wheeled base for stability and 2 to 4 hooks, 2 to 4 hooks
2 to 4 hooks on the pole. On the pole top. 2 or 4 ഹുക്കുകൾ ഉണ്ടാവും, ഹുക്ക് ഈ ഇതിന്റെ ടോപ്പില്. And 2 to 4 hooks on the pole top. On the pole top. That provides a secure place. That provides a secure place. SECURE, secure place to hang. Secure place to hang bags of medicine. Bag, BAGS. Bags of medicine. Bags of medicine or fluid. Or fluid. Fluid എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആവാം, ബ്ലഡ് കഴിച്ചില്ലേ, അങ്ങനെ ബ്ലഡ് ആകാം. മെഡിസിൻ ഓർ ഫ്ലൂയിഡ്, ഗ്ലൂക്കോസ് ആവാം, അതിൽ കൂടെ മെഡിസിൻ കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്, ബ്ലഡോ അങ്ങനെയുള്ളതൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ബാഗ്. സെക്യൂർ എ place to hang bags of medicine or fluid for administration to a patient. Administration to a patient. അപ്പോൾ നമ്മള് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ പേഷ്യന്റിന് മെഡിസിൻസ് ചിലർക്ക് എന്താ ട്രിപ്പ് ഇടാൻ പറയും. അപ്പൊ ട്രിപ്പ് ഒക്കെ ഇടാനായിട്ട് നമ്മളത് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡാണ് IV പോൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബേസില് 4 to 5 വീൽസ് ഉണ്ടാവും. അത് വീലില് ഉരുട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ അടുത്തേക്ക് വെക്കാൻ പാകത്തിന് അതിന്റെ ബേസിൽ വീൽ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടോപ്പിലാണെങ്കിൽ ഹുക്സ് ഉണ്ടാവും, 2 to 4 ഹുക്സ് ഉണ്ടാവും. അതിനകത്താണ് ആ ബാഗ്, ഒന്നിനും ഫ്ലൂയിഡ് ആയിരിക്കാം അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ ആണെങ്കിലും ആ ബാഗ് കൊളുത്തിയിടാൻ പാകത്തിനുള്ള ഒരു ഈ കൊളുത്തുകളും 2-4 ഹുക്സും ഉണ്ടാവും. ഇതിലുള്ള സ്റ്റാൻഡിനെയാണ് നമ്മള് IV പോൾ എന്ന് പറയുന്നത്. IV പോൾ ഇത് ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നു. ഓക്കെ ടീച്ചർ ഒരു ഡൗട്ട്. പറഞ്ഞോ. ടീച്ചർ ഇതിലെ ഫസ്റ്റ് സെന്റൻസ് ഇൻട്രാവീനസ് പോളാർ മെഡിക്കൽ ഡിവൈസസ്, അതിനുശേഷം എന്താ വേർഡാ പറഞ്ഞത്? ഡിസൈൻഡ്. അത് എന്തിനു വേണ്ടിയാ ഡിസൈൻ ചെയ്തേക്കുന്ന പറഞ്ഞേക്കുന്നത്? ഡിസൈൻ, DESIGNED. Designed as a slender iron or aluminum portable poles. നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ജസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബിലാ കയറിയാൽ അല്ലെങ്കിൽ ഗൂഗിളിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. IV പോൾസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റാൻഡുകൾ കാണാം, പല ടൈപ്പില്. അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്, 2 വീലുള്ളത്, 2 to 5 വീൽസ് ഉള്ളത്, അങ്ങനെയുള്ള. അതുപോലെ തന്നെ ഹുക്സ് ഉള്ള സ്റ്റാൻഡ്. ഇത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മള് ഫ്ലൂയിഡോ അല്ലെങ്കിൽ മെഡിസിനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റാൻഡില് ബാഗ് കൊളുത്തിയിടാൻ വേണ്ടി വെക്കുന്ന ഒരു സ്റ്റാൻഡ്. ഇതാണ് IV പോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. നോക്കിയേ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ് 5th പോയിന്റ് പറഞ്ഞു, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. വീൽ ചെയർ, IV പോൾസ് പോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. ഇതൊക്കെ ഡീപ് ക്ലീനിങ്, ടെർമിനൽ റൂം ക്ലീനിങ്ങിന്റെ അതിൽ വരുന്ന ടാസ്കുകളാണ് കേട്ടോ. അടുത്ത 6th ആണ്, ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ. ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസർ. പേപ്പർ നാപ്കിനുകളൊക്കെ അല്ലെ, നാപ്കിനുകള്, അതുപോലെ തന്നെ ഈ സോപ്പുകളൊക്കെ, സോപ്പും പേപ്പർ ടവലുകള്, നാപ്കിനുകളൊക്കെ അത് ചെക്ക് ചെയ്തിട്ട് അത് റീഫിൽ ചെയ്യുക. ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നാപ്കിനുകള്, പിന്നെ അതുപോലെ തന്നെ പേപ്പർ ടവലുകള്, സോപ്പുകള്, ഇതൊക്കെ റീഫിൽ ചെയ്യുക. 7th ആണ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം. സീപ്പ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്.
ആ രോഗിയുടെ ആ പേഷ്യന്റിന്റെ ബാത്റൂം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ വെറ്റ് മോപ്പ്, നനഞ്ഞ മോപ്പ് പിന്നെ ഉപയോഗിച്ചിട്ട് എല്ലാ ഫ്ലോസ് ഒക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, സ്വീപ്പ് അടിച്ചു വാരുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് വരുന്നത്, ലാസ്റ്റ് പോയിന്റിൽ. അപ്പോ എന്താ വെച്ചാൽ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ് മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോസ്. മൊത്തം തറ മുഴുവനും മോപ്പ് ഉപയോഗിച്ചിട്ട്, നനഞ്ഞ മോപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്വീപ്പ് അടിച്ചു വാരുക, പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതൊക്കെ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകളിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. മറ്റുള്ള എന്താ പറയാ ഈ മറ്റുള്ള ഹോസ്പിറ്റൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള ഡെയിലി ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതർ ഹോസ്പിറ്റൽ ഏരിയാസ്, ഇപ്പൊ നമ്മൾ പേഷ്യന്റ് റൂമും കാര്യങ്ങളൊക്കെ അല്ല പറഞ്ഞത്, അത് കൂടാതെ മറ്റുള്ള ഹോസ്പിറ്റൽ ഏരിയ ഹൗസ് കീപ്പിംഗ്, ഡെയിലി ഹൗസ് കീപ്പിംഗ് നടത്തുന്ന, ക്ലീൻ ചെയ്യുന്ന മറ്റുള്ള ഹോസ്പിറ്റൽ ഏരിയാസ് ഏതൊക്കെയാണ്? ഏരിയാസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലീൻ അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ് ആസ് പെർ പ്രോട്ടോകോൾസ്. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ ദ ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെയാ അതിനകത്ത് ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നേ? ബോഡി ഫ്ലൂയിഡ്സ് ശരീരദ്രവങ്ങള് ഏതൊക്കെ വരുന്ന? ബ്ലഡ് വരാം, ബ്ലഡിന്റെ ബ്ലഡ് ഒക്കെ, പിന്നെ അതുപോലെ മ്യൂക്കസ്, പസ്, പഴുപ്പ്, പസ്സുകള്, സലൈവ, നമ്മുടെ തുപ്പല്, അങ്ങനെയുള്ളതൊക്കെ വരാം, പിന്നെ സ്വെറ്റ്, വിയർപ്പ്, ഇതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ്, ക്ലീൻ അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസ് കണ്ടാമിനേറ്റഡ് ബൈ ദ ബോഡി ഫ്ലൂയിഡ് ആസ് പെർ ദ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ അനുസരിച്ച് ഈ ബോഡി ഫ്ലൂയിഡ് മലിനമായിട്ടുള്ള സർഫസ്, അങ്ങനെയുള്ള സർഫസ് കണ്ടാമിനേറ്റ്, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസ്, ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ സർഫസ് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്താ പറയാ ഫ്ലൂയിഡ്സ് ഒക്കെ എവിടെയെങ്കിലും ബ്ലഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗത്ത് സർഫസിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി ഫ്ലൂയിഡിനാൽ മലിനമായിട്ടുള്ള, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ സർഫസുകള്, ഉപരിതലങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അടുത്ത നോക്കിയേ, reinstate sharp containers when 3/4 full. Reinstate എന്ന് പറഞ്ഞു ഞാൻ എന്താ, ഈ അണുവിമുക്തമാക്കുക, ഈ എന്താ പറയാ ഷാർപ്പായിട്ടുള്ള പാത്രങ്ങള്, ഷാർപ്പ് കണ്ടെയ്നേഴ്സ്, അത് 3/4 ഭാഗത്തോടു കൂടി നിറയുമ്പോഴേക്കും അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത് അവിടെ വീണ്ടും പുനഃസ്ഥാപിക്കുക. ഓക്കെ, reinstate sharp containers when 3/4 full. അത് ഈ ഷാർപ്പായിട്ടുള്ള പാത്രങ്ങളൊക്കെ, കണ്ടെയ്നേഴ്സ്, അതിന്റെ 3/4 ഭാഗം നിറയുമ്പോഴേക്കും തന്നെ അത് മാറ്റി അവിടെ പുനഃസ്ഥാപിക്കുക. അപ്പൊ അതായത് ഫുള്ള് നിറഞ്ഞ് അങ്ങനെ പോകാതെ അതിന്റെ 3/4 ഭാഗത്തോളം നിറയുമ്പോഴേക്കും അത് എന്താ ക്ലീൻ ചെയ്യുക, എന്നിട്ട് അവിടെ വീണ്ടും വെക്കുക. reinstate sharp containers when 3/4 full. നെക്സ്റ്റ് ആണ്, അത് സെക്കൻഡ് പോയിന്റ് ആയിട്ടാണോ കൊടുത്തേക്കണേ, അവിടെ 2 നമ്പർ ഇട്ടിട്ടില്ല എന്നുള്ളൂ. തേർഡ് വൺ ആണ്, കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ട്രിപ്പായി പോകുന്ന അങ്ങനെയുള്ള സാധനങ്ങള്. ഈ നോക്കിയേ, കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ്, ഫ്ലോസുകള്, നമ്മള് തറകളൊക്കെ ഫ്രീ ആക്കുക. അതായത് എന്തെങ്കിലും
കൊണ്ടുണ്ടാകുന്ന അവശിഷ്ടങ്ങള്, ഡിബ്രിസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പിംഗ് ഹസാർഡ്സ്, ട്രിപ്പ് ആയി പോകുന്ന എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഫ്ലോസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് കൺഫേം ചെയ്യുക, അത് ഫ്രീ ആക്കുക, ഫ്ലോസ് ഒക്കെ ഫ്രീ ആക്കുക. കൺഫേം ഫ്ലോസ് ആർ ഫ്രീ ഓഫ് ഡിബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ട്രിപ്പായി പോകുന്ന തെന്നിപ്പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങള്, പിന്നെ അതുപോലെ തന്നെ അവശിഷ്ടങ്ങളൊക്കെ ഫ്ലോറിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്ലോറൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. നെക്സ്റ്റ്, ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഫ്ലോറില്, തറയില്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സിലൊക്കെ എന്തെങ്കിലും സ്പിൽസ്, അതായത് തുള്ളികളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. തറയിലൊക്കെ അപ്പൊ അത് തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഓയിലോ അങ്ങനെയുള്ള മറ്റുള്ള എന്തെങ്കിലും തറയിൽ തൂവിക്കിടക്കുന്നുണ്ട്, തുഴിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചേഴ്സ്. ഫ്ലോറുകളിലും ഫർണിച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ തൂളിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ് ആണ്, കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഓക്കെ, ഈ കീപ് ആൻ ഐ ഓൺ പേഴ്സണൽ ബിലോങ്ങിങ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഈ പേഷ്യൻസും അവര് വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സും ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, അവരവിടെ വേസ്റ്റ് ആക്കി ഇട്ടിട്ട് പോകുന്ന സ്വകാര്യ വസ്തുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നിരീക്ഷിക്കുക. കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ഇപ്പൊ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോകുന്ന പേഷ്യൻസിന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ റൂമിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, ചിലപ്പോ മറന്നു പോകാം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവര് എന്താ ചിലപ്പോ ചില സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. രോഗികളും അതുപോലെ തന്നെ അവര് വിസിറ്റ് ചെയ്യുന്ന പേഷ്യന്റും പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സും ഉപേക്ഷിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്വകാര്യ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ലാസ്റ്റ് 6th പോയിന്റ് ആണ്, കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്സ് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്, വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്. കഫറ്റീരിയയിലെ ജീവനക്കാരുമായിട്ട് അവിടെ ക്ലീനിങ് എഫേർട്ട്, അവരെടുക്കുന്ന ക്ലീനിങ് എഫേർട്ട്, ശുചീകരണം, അവരുമായിട്ടുള്ള കഫറ്റീരിയയിലെ ആ സ്റ്റാഫുമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുക. അവരുടെ കൂട്ടത്തില് എന്താ പറയാ, ശുചീകരണ പ്രവർത്തനങ്ങളെ ഒന്ന് ഏകോപിപ്പിക്കുക. മേശ, കസേരകള് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. മൊത്തത്തില് ക്ലീനിങ് തന്നെയാട്ടോ, തിരിച്ചു മറിച്ചു വെക്കായിട്ട് ഓരോ പോയിന്റ്സിൽ ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ്. കഫറ്റീരിയ സ്റ്റാഫുമായിട്ട് ആ ക്ലീനിങ് എഫേർട്ടിൽ അവരെടുക്കുന്ന ക്ലീനിങ് എഫേർട്ടിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ, ചെയർസ്. ടേബിളും ചെയറും ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് തുടച്ച് വൃത്തിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. 7th one ആണ്, ചെക്ക് ഷോർട്ടേജ് ഏരിയ ഫോർ ദ ക്ലീൻനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. ഷോർട്ടേജ് ഏരിയ ഫോർ ക്ലീൻനെസ്സിന് വേണ്ടി അങ്ങനെ ഒരു, അല്ലെങ്കിൽ അതുമായിട്ടുള്ള സ്റ്റോറേജ് എന്നാണോ? ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, സ്റ്റോറേജ് ആണ് കേട്ടോ, സ്റ്റോറേജ് ഏരിയ. എന്റെ ഇവിടുത്തെ നോട്ടിൽ എഴുതിയാണ്, എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. ചെക്ക് ദ സ്റ്റോറേജ് ഏരിയ. അവിടെ സ്റ്റോർ ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ്. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തന്നെ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറേജ് ഏരിയ, അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസ് ആണെങ്കിലും ഇപ്പൊ സ്റ്റോറുകളാകാം. ഇപ്പൊ എന്താ പറയാ, ഹോസ്പിറ്റലില് ഇപ്പൊ കിച്ചണിലൊക്കെ ആണെങ്കിലും സ്റ്റോർസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏതാണെങ്കിലും, ഇപ്പൊ മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ ഈ സ്റ്റോർ ചെയ്യുന്ന ഏരിയകള് അത് നമ്മള് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക.
എന്നിട്ട് റോഡന്റ്, ഇൻസെക്ട്സ്, ചെറു പ്രാണികളോ അല്ലെങ്കിൽ ഇൻസെക്ട്സ്, എലി, റോഡന്റ് എന്ന് പറഞ്ഞ എലിയൊക്കെയാണ്. എലി, പ്രാണികള്, ഇതൊക്കെ അതിന്റെ അടയാളങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ സ്റ്റോറേജ് ഏരിയയിലൊക്കെയാണല്ലോ കൂടുതൽ എലിശല്യമൊക്കെ വരുന്നത്. അപ്പൊ ഇൻസെക്ട്സ്, റോഡന്റ്, അങ്ങനെ അതിന്റെ ശല്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഒന്ന് അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക. സ്റ്റോറേജ് ഏരിയ എന്നാണ് കേട്ടോ. ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീനസ് ആൻഡ് സൈൻസ് ഓഫ് ഇൻസെക്ട്സ് ഓർ റോഡന്റ്. അത് സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ റോഡന്റ്, എലിശല്യം, പ്രാണി ശല്യം, ഇൻസെക്ട്സിന്റെ ഒക്കെ ശല്യം ഒന്നും ഇല്ല അതൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. ശല്യമില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. ഏരിയാസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് നിരീക്ഷിക്കുക. Apply highly straightened cleaning and sanitizing procedure to avoid the spread of germs and bacteria. ഇത് നോക്കിയേ, അപ്ലൈ ഹൈലി സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കർശനമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയേറിയ കർശനമായിട്ടുള്ള ക്ലീനിങ്. ഹൈലി സ്ട്രിഞ്ചന്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് പ്രൊസീജിയർ, നല്ല കർശനമായിട്ടുള്ള ക്ലീനിങ്ങും സാനിറ്റൈസിങ് പ്രൊസീജിയറൊക്കെ അപ്ലൈ ചെയ്യുക. നല്ല ശക്തിയായിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയറൊക്കെ അപ്ലൈ ചെയ്യുക. ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് ആൻഡ് ബാക്ടീരിയ. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയ, ജേംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കർശനമായിട്ട് ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും ഒക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ഹൈലി സ്ട്രിഞ്ചന്റ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് പ്രൊസീജിയർ. സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ നല്ല കർശനമായിട്ട്, നല്ല ഗാഢമായിട്ട് തന്നെ, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. സാനിറ്റൈസിങ് പ്രൊസീജിയർ ഒക്കെ അവിടെ അപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ജേംസ് ആൻഡ് ബാക്ടീരിയാസ്. ജേംസും ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലി നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാനിറ്റൈസിങ് ക്ലീനിങ് പ്രൊസീജിയർ ഒക്കെ അപ്ലൈ ചെയ്യുക. ആ വേർഡ് നോക്കുക, സ്ട്രിഞ്ചന്റ്, STRINGENT, കർശനമായി. ഓക്കെ, അപ്പൊ ഞാനിതിപ്പോ പറയുന്നില്ല. ഈ ചാപ്റ്റർ ഒന്ന് തീർന്നതിന് ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം കേട്ടോ. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് തീർത്ത് അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നല്ല, ഒരു പോയിന്റ് തന്നെ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. പിന്നെ ആദ്യം മുതൽ ഒന്നുകൂടി പറയുന്നില്ല എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, വായിച്ചാൽ തന്നെ അറിയാം. ഫുള്ള് ക്ലീൻനെസ് തന്നെയാണ്. അതിന്റെ പല ഭാഗങ്ങളും ഓരോന്നും സ്പെസിഫൈ ചെയ്ത് കുറച്ചും കൂടി എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോയിന്റ്സില് എല്ലാം വരുന്ന ആശയമൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്, ഇൻഫെക്ഷൻ അണുനാശിനി. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അണുനാശിനിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അണുനാശിനി. അപ്പൊ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അണുനാശിനിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഐഡിയൽ എന്ന് വെച്ചാൽ അനുയോജ്യമായ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം ഒരു ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ്, ഒരു ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് അവയൊക്കെ തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ സൂക്ഷ്മ ജീവികളുടെ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളുടെ ആ ശ്രേണിക്കാണ്, ആ ഒരു പട്ടിക അല്ലെങ്കിൽ ആ ശ്രേണിയാണ് ഈ ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റിനെയൊക്കെ അതിനെയൊക്കെ തടയാനോ
അല്ലെങ്കിൽ അതിനെയൊക്കെ കൊല്ലാനോ ഒക്കെ ചെയ്യുന്ന വിവിധ സൂക്ഷ്മാണുക്കള്, ഇതിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സൂക്ഷ്മാണുക്കളുടെ ശ്രേണിയാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. അതൊന്ന് വേണമെങ്കിൽ അവിടെ തന്നെ എഴുതിയാലും മതി. ഒന്ന് എഴുതിക്കോ, ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. Antimicrobial spectrum, antimicrobial spectrum, antimicrobial spectrum is defined as antimicrobial spectrum is defined as the range of ആ റേഞ്ച് കാണിക്കുകയാണ്. ആ സ്പെക്ട്രത്തിൽ അതിന്റെ റേഞ്ച് കാണിക്കുന്നതാണ്. as the range of different microorganisms, different micro, microorganisms, microorganisms is defined as the range of different microorganisms that an antibiotic, antibiotic ആവാം, അല്ലെങ്കിൽ that an antibiotic or antimicrobial agent inhibit, inhibits or kills them. ഒന്നില്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിനെ തടയുക, അല്ലെങ്കിൽ അതിനെ കൊല്ലുക. or antimicrobial agent inhibit or kills them. ഇതാണ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു ആന്റിമൈക്രോബിയൽ ഏജന്റ്, ആ ഏജന്റിനെയൊക്കെ തടയാനോ കൊല്ലാനോ ചെയ്യുന്ന വിവിധ സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന പ്രോപ്പർട്ടീസ്, ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ് എന്താണ്? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം. അതിവിപുലമായിട്ടുള്ള ഒരു ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം. സെക്കൻഡ് പോയിന്റ് ആണ് ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. ഓക്കെ, വേഗത്തില് അതിനെയൊക്കെ രോഗാണുക്കളെയൊക്കെ അല്ലെങ്കിൽ അവയൊക്കെ സൂക്ഷ്മാണുക്കളെയൊക്കെ കൊല്ലാൻ പറ്റുന്നതായിരിക്കണം. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. വേഗത്തിലുള്ള കില്ല് ഉണ്ടാക്കണം, വേഗത്തില് അതിനെ നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു ഡിസിൻഫെക്റ്റന്റ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ നശിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കണതിന്റെ കാര്യമുണ്ടോ? അണുനാശിനി ഉപയോഗിക്കണതിന്റെ കാര്യമുണ്ടോ? പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയാം. അവിടുത്തെ രോഗാണുക്കളെ ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഇതായിരിക്കണം. ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കിൽ. പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മളിപ്പോ ഫ്ലോർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോർ തുടയ്ക്കുമ്പോഴത്തേക്കും തന്നെ അവിടുത്തെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ് ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് compatible with the soap, detergents and other chemicals encountered in use. Okay, next point, should be working in the presence of organic matters. Organic matters inde ഏതൊക്കെയാണ് organic matters? നമ്മൾ ആദ്യം പറഞ്ഞു, ബ്ലഡ് ഉണ്ട്, സ്പൂറ്റം, കഫം എന്നാണ് കേട്ടോ, കഫം. പിന്നെ അടുത്ത ഫീസസ്, ബ്ലഡ്, കഫം, പിന്നെ അതുപോലെ തന്നെ നമ്മള് മലം.
ഇതൊക്കെ ഇങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഒക്കെ സാന്നിധ്യത്തില് പ്രവർത്തിക്കാൻ കഴിയുന്നതായിരിക്കണം. ആൻഡ് കമ്പാറ്റബിൾ വിത്ത് സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് അതർ കെമിക്കൽസ് എൻകൗണ്ടേർഡ് ഇൻ യൂസ്. ഓക്കെ, അതുപോലെ തന്നെ സോപ്പുകള്, ഡിറ്റർജൻസ്, മറ്റുള്ള കെമിക്കൽസ്, ഇതൊക്കെ നേരിടുന്ന മറ്റ് രാസവസ്തുക്കൾ എന്നിവയായിട്ടൊക്കെ അതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കണം ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്. അതായത് അതുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം. ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. ഓർഗാനിക് മാറ്റേഴ്സിന്റെ സാന്നിധ്യത്തില് പ്രവർത്തിക്കുകയും സോപ്പുകള്, ഡിറ്റർജൻസ്, ഇതിന്റെയൊക്കെ ഉപയോഗത്തിൽ നേരിടുന്ന മറ്റ് രാസവസ്തുക്കൾ എന്നിവയൊക്കെ ആയിട്ട് ഒരു പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ളതൊക്കെ ആയിരിക്കണം നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ്, ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. രോഗിയുടെ രോഗിയുടെ ഉപഭോക്താവിന് അത് ഉപയോഗിക്കുന്നവർക്ക് അത് അപകടം ഉണ്ടാക്കുന്നതായിരിക്കരുത്, അപകടം ഉണ്ടാവുന്നത് ആവരുത്. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ്, അത് ഡേഞ്ചറസ് ആവരുത്. ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്, അത് യൂസ് ചെയ്യുന്ന ആ പേഷ്യന്റിന്, ഉപഭോക്താവിന് എന്താവരുത്, അപകടമാകരുത്. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അത് യൂസർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഉപഭോക്താവിന് അത് അപകടം ഉണ്ടാക്കരുത്. ഷുഡ് നോട്ട് ബി ഡേഞ്ചറസ് ടു ദ യൂസർ ഓഫ് പേഷ്യന്റ്. നെക്സ്റ്റ് ആണ് ഷുഡ് നോട്ട്, നെക്സ്റ്റ് എത്രാമത്തെ, ഫിഫ്ത് പോയിന്റ്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് ആണ്, should not corrode instruments and metallic surface and should not cause the destruction of cloth, rubber, plastic and other material. ഉപകരണങ്ങളും അതുപോലെ തന്നെ ലോഹ പ്രതലങ്ങളും ഒക്കെ നശിപ്പിക്കരുത്. should not, excuse me, ഒരു മിനിറ്റ്. ഓക്കെ, സോറി കേട്ടോ, എനിക്കൊരു കോള് വന്നതാണ്. ടീച്ചറായിരുന്നു വിളിച്ചത് മോളുടെ സ്കൂളിനെ, അതുകൊണ്ട് അർജന്റ് കോൾ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്രാമത്തെ പോയിന്റ് പറയുന്നേ? ഫിഫ്ത് പോയിന്റ് അല്ലേ? ഓക്കെ, നോക്കിയേ, ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞ, അപ്പൊ നമ്മള് ഇൻസ്ട്രുമെന്റ്സ് ഷുഡ് നോട്ട് കൊറോഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റാലിക് സർഫേസ് ആൻഡ് ഷുഡ് നോട്ട് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക് ആൻഡ് അതർ മെറ്റീരിയൽസ്. ഇൻസ്ട്രുമെന്റ്സിന്റെയും അതുപോലെ മെറ്റാലിക് സർഫസ്, ലോഹ പ്രതലങ്ങളും ഒക്കെ നശിപ്പിക്കുന്നതാവരുത്. ഇപ്പൊ നമ്മളൊരു ഡിസിൻഫെക്റ്റന്റ് അവിടെ തളിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ്സിന് എന്തെങ്കിലും ദോഷം വരുന്നത് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് ആയിക്കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ.
അതുകൊണ്ട് അങ്ങനെ അതുപോലെ മെറ്റാലിക് സർഫസുകള്, ലോഹപ്രതലങ്ങള്, ചിലപ്പോൾ അതിന്റെ ചില ഡിസിൻഫെക്റ്റന്റൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർഫസിലൊക്കെ വീഴുമ്പോൾ കളർ വ്യത്യാസം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട് വരുമോ, അങ്ങനെയുള്ള മെറ്റാലിക് സർഫസിനൊക്കെ ഒരു ദോഷം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഷുഡ് നോട്ട് കോസ് എനി ഡിസ്ട്രക്ഷൻ, അതിന് ഒരു എന്താണ് അതിനെ നശിപ്പിക്കരുത്, അതിനൊരു ദോഷം ഉണ്ടാവുന്നത് ആവരുത്. പിന്നെ അടുത്ത് നോക്കിയേ, and should not cause the destruction of cloth, rubber, plastic and other materials. Cloth നമ്മൾ വസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ റബ്ബറിനോ പ്ലാസ്റ്റിക്സ്, റബ്ബർ പ്ലാസ്റ്റിക്സ് അതുപോലെ മറ്റുള്ള വസ്തുക്കള് അതർ മെറ്റീരിയൽസ് ഇതിനൊന്നും ഒരു ദോഷം ഉണ്ടാവരുത്, അതിനെയൊന്നും നശിപ്പിക്കുന്നതായിരിക്കരുത് ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ്, ഷുഡ് നോട്ട് കൊറോഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെറ്റാലിക് സർഫസ്. ഇപ്പൊ നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് ഒരു അണുനാശിനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആ ഇൻസ്ട്രുമെന്റ്സിന് അല്ലെങ്കിൽ അതിന്റെ ആ സർഫസ്, മെറ്റാലിക് സർഫസ്, ആ ലോഹപ്രതലത്തിനൊക്കെ ഉപരിതലത്തിനൊക്കെ ഈ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനൊന്നും ഒരു ദോഷം ഉണ്ടാവരുത്, അല്ലെങ്കിൽ അതിനെ ഒന്നും നശിപ്പിക്കുന്നത് ആവരുത്. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക് അതുപോലെയുള്ള മറ്റുള്ള മെറ്റീരിയൽസ് ഇതിനൊന്നും നാശം വരുത്തുന്നത് ആവരുത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ആൻഡ് ലേബിൾ ഡയറക്ഷൻ. ഈസി ടു യൂസ്, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ, വ്യക്തമായ ലേബലുകള്, അതിന്റെ ഓരോ ഡിസിൻഫെക്റ്റന്റ് നമ്മൾ അണുനാശിനിയുടെ അതിനകത്ത് നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാന്നുള്ള ആ ലേബൽ ഉണ്ടാവില്ലേ, ഒരു ലേബൽ ഉണ്ടാവില്ലേ അതിനൊക്കെ, ആ ബോട്ടിലിന്റെ ഫ്രണ്ടിലൊക്കെ. അപ്പൊ ആ ഡയറക്ഷൻ കാണിക്കുന്ന അതിന്റെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തരുന്ന ആ ലേബൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. വ്യക്തമായ ലേബൽ ദിശകളെ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്ന രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. Okay, easy to use with a clear and label directions. Next point, should have a, seventh point, should have a congenial orders or no order to facilitate its routine use. അതിന്റെ ആ ഈ പതിവ് ഉപയോഗം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ദുർഗന്ധമോ അനുകൂലമായിട്ടുള്ള ഒരു ദുർഗന്ധമോ മണമോ ഉണ്ടായിരിക്കണം. അതിന് എന്താ പറയാ, നമ്മൾ ആ ഡിസിൻഫെക്റ്റന്റ് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ചിലപ്പോ ആ സ്മെല്ല് അടിച്ചിട്ടായിരിക്കും അവിടെയുള്ള പ്രാണികളോ അല്ലെങ്കിൽ ഈച്ചകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ഉപയോഗം, അതിന്റെ യൂസ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു ദുർഗന്ധമോ അല്ലെങ്കിൽ ഒരു മണമോ ഒക്കെ, ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കണം. ആ സ്മെല്ല് അടിച്ചാൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലും കൊണ്ട് തന്നെ കുറെ രോഗാണുക്കളൊക്കെ നശിക്കാനും അല്ലെങ്കിൽ പ്രാണികള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അനുകൂലമായിട്ടുള്ള ഒരു ദുർഗന്ധമോ അല്ലെങ്കിൽ സ്മെല്ലോ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ദുർഗന്ധമോ ഒക്കെ ഉണ്ടായിരിക്കണം ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ്. നെക്സ്റ്റ്, ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റഡ്ലി ഹൈ ഇൻ കോസ്റ്റ്. ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റഡ്ലി ഹൈ ഇൻ കോസ്റ്റ്. വിലയില് നിയന്ത്രണമായി ഉയർന്നതായിരിക്കരുത്. അതായത് നമുക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അധികം വില ഉണ്ടാവരുത്. ഒരുപാട് കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റുമോ? ഒരുപാട് കോസ്റ്റ് ആണെങ്കിൽ നമുക്കത് സാധാരണ നമുക്ക് മേടിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമ്മള് കോസ്റ്റിലും എന്താ പറയാ, നമുക്ക് ഒരുപാട് ഉയർന്ന കോസ്റ്റ് ആവരുത്. ഷുഡ് നോട്ട് ബി പ്രോഹിബിറ്റീവ്ലി ഹൈ ഇൻ കോസ്റ്റ്. കോസ്റ്റ് എങ്ങനെയായിരിക്കണം? കോസ്റ്റ് കുറവായിരിക്കണം, അത് ഉയർന്ന കോസ്റ്റ് ആവരുത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഷുഡ് ബി സോലിബിൾ ആസ് വാട്ടർ. നെക്സ്റ്റ്, അത് വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. ചില കീടനാശിനികളൊക്കെ അണുനാശിനികളൊക്കെ നമ്മുടെ വെള്ളത്തിൽ കലക്കിയല്ലേ ഒഴിക്കുന്നേ. ആണോ? വീട്ടിൽ ഇതൊന്നും യൂസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ട് ടീച്ചർ.
വെള്ളത്തിൽ കലക്കി യൂസ് ചെയ്യാറുണ്ടോ? ചെടികൾക്കൊക്കെ ഇത്ര ലിറ്ററിൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വാട്ടറിൽ സോലിബിൾ അല്ലെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഡിസിൻഫെക്ടന്റ് ഒരു ക്വാളിറ്റി ആണ് ഷുഡ് ബി സോലിബിൾ ആസ് വാട്ടർ. വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് അതിപ്പോ ഒരു ഏരിയയിലേക്ക് ഒരു പ്രദേശത്തെ മൊത്തം നമുക്കതിപ്പോ ഒരു ഫ്ലോർ ഇപ്പൊ ഹോസ്പിറ്റലിലെ ഫ്ലോർ ക്ലീനിങ് ആണെങ്കിൽ നല്ലൊരു ഡിസിൻഫെക്ടന്റ് ആണ് ഈ ലോഷനൊക്കെ നമ്മള് ഒരു കുറച്ച് ഇപ്പൊ എന്താ പറയാ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഇത്ര അവരടപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി അതിലേക്ക് മിക്സ് ചെയ്തിട്ടല്ല അവിടെ ഫുള്ള് ക്ലീൻ ആക്കുന്നത്. അല്ലാതെ നമുക്ക് ഓരോ ബോട്ടിലും തുടച്ച് ഒരു ബക്കറ്റ് നിറച്ച് ഒഴിച്ച് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. ഓക്കെ, നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. നെക്സ്റ്റ്, ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈലൂഷൻ. ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡൈലൂഷൻ. അത് എന്താ, സ്റ്റഡി ആയിരിക്കണം, നല്ല കോൺസെൻട്രേറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈലൂഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. ഓക്കെ, കോൺസെൻട്രേറ്റില് സ്റ്റേബിൾ ആയിരിക്കണം. അപ്പൊ സ്റ്റേബിൾ ആയി തന്നെ ഇരിക്കുകയാണ്, പക്ഷെ നമുക്കത് എന്താണ് നേർപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അതാണ് നമ്മളൊരു ചെറിയ ബോട്ടിലായിരിക്കും, പക്ഷെ അത് നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കായിരിക്കും ചിലതൊക്കെ നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് ഇതൊക്കെയാണെങ്കിൽ അവർ പറയും ഒരു ബക്കറ്റിൽ ഒരടപ്പ് ഒഴിച്ചാൽ മതി, ആ ബോട്ടിലിൽ തന്നെ ഒരടപ്പെടുത്ത് ഒഴിച്ചാൽ മതി എന്ന്. അപ്പൊ അത് നല്ല കോൺസെൻട്രേറ്റ് ആയിരിക്കണം. കോൺസെൻട്രേറ്റില് അത് സ്റ്റേബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിരിക്കണം. നെക്സ്റ്റ് ആണ് ഷുഡ് ഹാവ് എ ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് പോയിന്റ് എന്താ, ഷുഡ് ഹാവ് എ ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ഒരു ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചിട്ട് നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നതിൽ കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി, ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഈ ലാസ്റ്റ് പോയിന്റ് ആണ് 12th പോയിന്റ്, ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. ഇനി അത് നോക്കിയേ, ഇനി ആ ഡിസിൻഫെക്റ്റന്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അത് നശിപ്പിക്കുമ്പോൾ എൻവയോൺമെന്റിന് നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഹാമും ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാകരുത്. ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. അത് ഡിസ്പോസൽ ചെയ്യുമ്പോൾ അത് നശിപ്പിക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ 12 പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. അത് എല്ലാരും ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ 1-2 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത. നമുക്കിനി ഒരു ചെറിയൊരു 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങളെ കൊണ്ട് ഞാൻ റീഡ് ചെയ്യിപ്പിക്കാത്തത്. എന്നാലും അധികം പ്രശ്നമില്ലല്ലോ, നമ്മൾ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ 1-2 പ്രാവശ്യം വായിക്കുമ്പോഴാണെങ്കിലും നമുക്കത് ക്ലിയർ ആണ് അല്ലെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആ മിസ്സേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാ പ്രോപ്പർട്ടീസ് ഒന്ന് ഏതെങ്കിലും അതിനകത്ത് കിട്ടാത്തുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമുക്ക് 2 കാര്യം കൂടി ഉള്ളൂ, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. നമുക്ക് ഈ ക്ലാസ് അങ്ങോട്ട് തീർക്കാം. നമുക്ക് 4ാമത്തെ ക്ലാസ് ഒക്കെയാണ് ഇതിന്റെ. 3ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? 3 ക്ലാസ് ചേർന്ന് തോന്നുന്നു. ഇത് വായിച്ചു നോക്കിയേ.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? Yes, teacher. ഓക്കെ. ഇനി നെക്സ്റ്റ് ചലഞ്ചസ് ആ പറഞ്ഞേക്കുന്നത്. ഈ ഹൗസ് കീപ്പിംഗ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ചലഞ്ചസ് ഇതും ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നമ്മളൊരു 67 പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നുള്ളൂ. ചലഞ്ചസ് ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, കൺസിഡേർഡ് ആസ് എ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. അപ്പൊ ഈ ഹൗസ് കീപ്പിങ്ങിനൊക്കെ നല്ലൊരു പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ടോ? നമ്മള് അവര് ചെയ്യുന്ന വർക്കുകൾ ഭയങ്കര എന്താ പറയാ സേഫ്റ്റിയാണ് അല്ലേ? ഹോസ്പിറ്റലിൽ തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താ സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലുതാണ് സേഫ്റ്റിക്കൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രിയോറിറ്റി ലോ പ്രിയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. കുറഞ്ഞ മുൻഗണനയുള്ള പ്രവർത്തനമായിട്ടാണ്, ഇതിന് മുൻഗണന കുറവാണ്, കുറഞ്ഞ പ്രിയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ ഒരു വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി, ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ നോക്കിയ സെക്കൻഡ് പോയിന്റ്, ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്. ഫിനാൻഷ്യൽ ആയിട്ട് ഇതിന്റെ സാമ്പത്തിക പരിമിതികൾ, അത് ഫിനാൻഷ്യലി അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അത് അത്രയും ഫിനാൻഷ്യലി അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, അതായത് സാമ്പത്തിക പരിമിതികൾ ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് ആണ് മാൻ പവർ ഷോർട്ടേജ്. മാൻ പവർ ഷോർട്ടേജ്, മനുഷ്യശേഷി, മാൻ പവർ അതിന്റെ കുറവ്, ഷോർട്ടേജ്, മാൻ പവർ ഷോർട്ടേജ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് അൺവില്ലിംഗ് സൂപ്പർവിഷൻ. ഇനി അൺവില്ലിംഗ്, വില്ലിംഗ് അല്ല, സൂപ്പർവിഷനിൽ അൺവില്ലിംഗ് ആണ്, അധികം ഇഷ്ടമില്ലാത്ത ഒരു വില്ലിംഗ് അല്ലാത്ത ഒരു സൂപ്പർവിഷൻ, അൺവില്ലിംഗ് സൂപ്പർവിഷൻ. പിന്നെ നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് അവയർനെസ്. അവയർനെസിന്റെ കുറവ്, ശരിക്കും അവബോധം ഇല്ലാതെ, ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു കുറവ്, ലാക്ക് ഓഫ് അവയർനെസ്, അവയർനെസിന്റെ അവബോധമില്ലായ്മ അല്ലെങ്കിൽ അവയർനെസിന്റെ കുറവ്. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്. കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ എന്താ? സംഘർഷങ്ങളും അതുപോലെ തടസ്സങ്ങളൊക്കെ, അതിലൊരു ബാരിയേഴ്സ് ഉണ്ട്, തടസ്സമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അതിന്റെ ഇടയിൽ ആ സർവീസ്, ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷങ്ങളും തടസ്സങ്ങളും. ഇന്ററപ്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, സംഘർഷങ്ങളും തടസ്സങ്ങളും. പിന്നെ ലാസ്റ്റ് ആണ് തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. തെഫ്റ്റ്, മോഷണങ്ങളും അതുപോലെ തന്നെ വേസ്റ്റേജ്, കുറെ കാര്യങ്ങൾ വേസ്റ്റ് ആയി പോകുന്നു, അതൊക്കെ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്. ഇതൊക്കെ ചലഞ്ചസ് ആണ്. നിങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ആ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. കൺസിഡർ ആസ് എ ലോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ്, ലോ പ്രയോറിറ്റി ആക്ടിവിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികളുണ്ട്, മാൻ പവർ ഷോർട്ടേജ്, അൺവില്ലിംഗ് സൂപ്പർവിഷൻ, അൺവില്ലിംഗ് ആണ് എന്നുവെച്ചാൽ അത്ര വില്ലിംഗ് അല്ല, അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് അവയർനെസ്, അവയർനെസിന്റെ ഒരു ലാക്ക്, അഭാവം, കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, സംഘർഷങ്ങളും തടസ്സങ്ങളും, തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, മോഷണവും അതുപോലെ തന്നെ വേസ്റ്റ് ആവുന്നതും. ഓക്കെ. ലാസ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. ഇനി ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതിനകത്ത് നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹൗസ് കീപ്പിംഗ് മാനേജർ. ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്?
അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്, ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയാണ് അതിനകത്ത് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. കുറച്ച് റെസ്പോൺസിബിലിറ്റി ആ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ, മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഈ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും, എല്ലാ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യുക. എന്താ മോണിറ്റർ എന്ന് പറഞ്ഞ മീനിങ്? എന്താ മോണിറ്റർ? നിരീക്ഷിക്കുക. അപ്പൊ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. നോക്കിയേ, അവിടെ കോമ ഇട്ടിട്ട് കണ്ടെയ്നിങ് ദ ക്ലീൻനെസ് ഓഫ് ഓൾ റൂംസ് ആൻഡ് പബ്ലിക് ഏരിയാസ് എവരി ഡേ. അത് ഏതൊക്കെയാണ് ഈ ഡെയിലി ഓപ്പറേഷൻസിൽ വരുന്ന? കണ്ടെയ്നിങ് ദ ക്ലീൻനെസ് ഓഫ് ദ ഓൾ റൂംസ്, എല്ലാ റൂംസുകളും ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഏരിയാസ് എല്ലാ റൂംസും, ഓൾ റൂംസ് ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന എവരിഡേ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ, ആ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് അവിടുത്തെ സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ അവര് എവരിഡേ ചെയ്യുന്ന കാര്യങ്ങള്, റൂം ക്ലീനിങ്, പബ്ലിക് ഏരിയാസ് ക്ലീനിങ്, ഇങ്ങനെയുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ആണ് ലീഡ്, ഹയർ ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ടു സ്റ്റിക്ക് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ് ആൻഡ് കസ്റ്റമർ കണ്ടെയ്ൻമെന്റ്. കസ്റ്റമറിന്റെ കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ സംതൃപ്തി എന്നാണ് മീനിങ്, സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ലീഡ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്തൊക്കെ? ലീഡ് ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നിർമ്മിക്കുക. ആൻഡ് ട്രെയിൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ അവരെ ലീഡ് ചെയ്യുക, ഹയർ ചെയ്യുക, നിയമിക്കുക, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇനി നോക്കിയേ, എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് നോക്കിയേ, സ്റ്റാഫ് ടു സ്റ്റിക്ക് ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്ലീൻനെസ് ആൻഡ് കസ്റ്റമർ കണ്ടെയ്ൻമെന്റ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ശുചിത്വത്തിന്റെയും അതിന്റെ ആ സ്റ്റാൻഡേർഡ്, കൺസ്യൂമർ കണ്ടെയ്ൻമെന്റ്, കൺസ്യൂമറിന്റെ സംതൃപ്തിയുടെയും അതുപോലെ തന്നെ ക്ലീൻനെസിന്റെയും ശുചിത്വത്തിന്റെയും ഒക്കെ ഉയർന്ന നിലവാരത്തില് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റാഫിനെയും അതുപോലെ തന്നെ അവിടെ സ്റ്റാഫിനെ നയിക്കുക, അവരെ നിയമിക്കുക, അതുപോലെ അവരെ പരിശീലിപ്പിക്കുക, ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുക. Lead, hire and train housekeeping staff to stick to high standard of cleanliness and customers commitment. ക്ലീനസിന്റെയും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനൊക്കെ വേണ്ടിയിട്ട്, അതിന്റെ ഉയർന്ന നിലവാരത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ നയിക്കുകയും നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ടേക്ക് ഇൻവെന്ററി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്. സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ അവിടെ ഇൻവെന്ററീസ്, അവിടുത്തെ ഇൻവെന്ററി ചരക്ക് പട്ടികകള്, ഇൻവെന്ററികൾ എടുക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, അവിടെ ആവശ്യത്തിനുള്ള ക്ലീനിങ് സപ്ലൈസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മൂന്ന് ഇതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സൂപ്പർവൈസ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്, പിന്നെ അതുപോലെ അവിടെ എടുക്കുന്ന ടേക്ക് ഇൻവെന്ററി എടുക്കുക, പിന്നെ ആൻഡ് മേക്ക് ദ ഷുവർ ദാറ്റ് ഓഫ് ആഡിക്വേറ്റ് ക്ലീനിങ് സപ്ലൈസ്, അവിടെ ആവശ്യത്തിന് ഉള്ള ക്ലീനിങ് സപ്ലൈസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. നെക്സ്റ്റ് fourth point, document areas cleaned by housekeeping attendants and report any problems such as room damage or maintenance request
to the front office. Housekeeping attends വൃത്തിയാക്കി, അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത ഡോക്യുമെന്റ് ഏരിയകള്, റൂം ഡാമേജ്, മെയിൻ്റനൻസ് റിക്വസ്റ്റ് എന്നിവ പോലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എവിടെ റിപ്പോർട്ട് ചെയ്യുക? ടു ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിൽ അത് റിപ്പോർട്ട് ചെയ്യുക. Document areas cleaned by housekeeping attends and report any problems such as room damage or maintenance request അങ്ങനെ to the front office. അങ്ങനെ എന്തെങ്കിലും ഹൗസ്കീപ്പിംഗ് അറ്റൻസിലോ അല്ലെങ്കിൽ വൃത്തിയാക്കിയ ഡോക്യുമെന്റ്, ക്ലീൻ ചെയ്ത ഡോക്യുമെന്റ് ഏരിയകളിലോ അല്ലെങ്കിൽ റൂമിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് റിക്വസ്റ്റ്, അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെന്ന് ആരെങ്കിലും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ മെയിൻ്റനൻസ് റിക്വസ്റ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഫ്രണ്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക. Next point ആണ് make sure that all cleaning equipment is in proper working condition. Make sure that all the cleaning equipment is in proper working condition. അവിടെ ക്ലീനിങ് എക്യുപ്മെന്റ്സ് എല്ലാം നല്ല പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. And make the arrangement for repairs as needed. ഇനി ഏതെങ്കിലും ചീത്തയായ എന്തെങ്കിലും ഡാമേജ് പറ്റി കിടക്കുന്ന ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റും ചെയ്യുക. Make sure that all cleaning equipment is in proper working condition. അപ്പൊ ക്ലീൻ ചെയ്യാനുള്ള ഇപ്പൊ എല്ലാം നമ്മൾ തുടയ്ക്കുന്നതൊക്കെ മിക്കതും തന്നെ മെഷീൻസ് ആണല്ലേ. കണ്ടിട്ടുണ്ടോ അങ്ങനെ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ മെഷീൻ വെച്ചിട്ട് ക്ലീനിങ് വെച്ചൊക്കെ ചെയ്യുന്നത്? ക്ലീൻ ചെയ്യാനുള്ള പല എക്യുപ്മെന്റ്സ് ഇല്ലേ, വണ്ടികളുണ്ട്, കാട്ടുകളുണ്ട് ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ റൗണ്ടിലിരിക്കുന്ന പല ഇതുണ്ട്. അവിടെ നമ്മൾ ആ തുടയ്ക്കാനുള്ള ഒരു ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മെഷീൻ തന്നെ എല്ലായിടത്തേക്കൂടെയും ഓടി നടന്ന് തുടച്ചുകൊള്ളും. അപ്പൊ അങ്ങനെയുള്ള ക്ലീനിങ് എക്യുപ്മെന്റ്സ്, പല എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും ഇതിന് എക്യുപ്മെന്റ്സിനൊക്കെ ഡാമേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റും ഉറപ്പാക്കുക. നെക്സ്റ്റ്, റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് സേവനം മെച്ചപ്പെടുത്തലുകൾ റെക്കമെൻഡ് ചെയ്യുക. റെക്കമെൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. ഈ സർവീസ് ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുക, മാനേജ്മെന്റിന് റെക്കമെൻഡ് ചെയ്യുക. റെക്കമെൻഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. പിന്നെ make sure, next point ആണ് make sure that compliance with the safety and sanitation policies. ഒരു കംപ്ലൈൻസ് ഇല്ല, സേഫ്റ്റിയും സാനിറ്റേഷനും പോളിസിയും ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അതുപോലെ തന്നെ ഇതുമായിട്ട് സേഫ്റ്റിയും സാനിറ്റേഷൻ പ്രോട്ടോക്കോളും ആയിട്ടുള്ള ഒരു കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും പോളിസീസും സേഫ്റ്റിയും ഒക്കെ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് കംപ്ലൈൻസ് വിത്ത് സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ പോളിസീസ്. അപ്പൊ അതൊക്കെ സാനിറ്റേഷൻ പോളിസീസ്, അവിടുത്തെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. ജോലിയുടെ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ പ്രൊസീജിയറും ഒക്കെ സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. ഇപ്പൊ ഓരോ വർക്കും ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ അവര് എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എല്ലാ ഈ സാനിറ്റേഷൻ പ്രോട്ടോകോൾസും അവിടെ നടക്കുന്ന സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലീൻനെസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രൊസീജിയറും സാനിറ്റേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയറൊക്കെ നല്ല സ്റ്റാൻഡേർഡിലാണ്, നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക.
പിന്നെ ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂള്, പിന്നെ എന്താ സ്റ്റാഫിങ്ങിന്റെ ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ മൊത്തം സ്റ്റാഫിന്റെ എണ്ണം ഒക്കെ നോക്കുക. ആ സ്റ്റാഫിന്റെ എണ്ണത്തിനനുസരിച്ച് തന്നെ അവരുടെ സ്റ്റാഫിംഗ് ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഷിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് എങ്ങനെയൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കണം, എത്ര ടൈം ഓരോ സ്റ്റാഫിനും ഓരോ ഇതിനകത്തും കൊടുക്കണം, അങ്ങനെയുള്ള മൊത്തത്തിലുള്ള സ്റ്റാഫിങ്ങിന്റെ ആ സ്റ്റാഫിംഗ് ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. അപ്പൊ ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യേണ്ട ഇതുള്ളൂ, അല്ലാതെ കാണാതെ ഫുള്ള് പോയിന്റ്സ് പഠിക്കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഇതുമായിട്ട് നമുക്ക് ഏകദേശം തന്നെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ആ ഒരു ഏരിയയുമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് വരുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക, അത് അവരുടെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഏതൊക്കെയാണ് ഈ ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് എഴുതാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ലാത്തത് കൊണ്ട്, ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, എന്നുവെച്ചാൽ അത്ര ഒരുപാട് എന്താ നമുക്ക് ഓൾറെഡി വായിച്ചാൽ തന്നെ നമുക്ക് അത് കിട്ടുന്ന കാര്യങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോയത് കേട്ടോ. നിങ്ങൾക്ക് ഈസിയാണ്, ഈ ഒരു ഏരിയ ഈസി ആയതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വായിപ്പിക്കാത്ത. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഈ ക്ലാസ്സിലൊന്ന് എഴുതി തീർക്കാം. അതാണ് ഇത്തിരി ഇതായിട്ട് പോയത് കേട്ടോ. കുഴപ്പമില്ലല്ലോ, അല്ലേ? ഒരു ഈസി ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കുമാണ്. നമുക്കത് വലിയ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നോർമലി നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ക്ലീൻനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. 15 മിനിറ്റ് എഴുതി തീരും, കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which is the correct statement, which is the correct statement regarding regarding housekeeping services. Which is the correct statement regarding housekeeping services? ഹൗസ്കീപ്പിംഗ് സർവീസും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചേക്കുന്നത്. Which is the correct statement regarding housekeeping services? ഹൗസ്കീപ്പിംഗ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെ അതിന്റെ കീഴിൽ വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് നോക്കാം, ഓപ്ഷൻ എഴുതിക്കോ. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ടു ഇമ്പാർട്ട് IMPART. ആദ്യത്തെ ഏരിയയിൽ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്, ഹൗസ് കീപ്പിംഗില് ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ.
ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. Next, to maintain, option C ആണ്, to maintain a high reputation of the hospital. High reputation of the hospital. Option D, all of the above. എല്ലാം വരുന്നതല്ലേ, ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് എല്ലാരും. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. housekeeping areas may be situated in a dash. Housekeeping areas may be situated in a dash. എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കണേ? നോൺ പ്രൈം ഏരിയ. നോൺ പ്രൈം ഏരിയ. Situated in a non-prime area. Next question, third question. Who leads LEADS? The housekeeping department. Who leads the housekeeping department? Who lead ചെയ്യുന്നതാരാ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. Okay, executive housekeeper manager. Executive housekeeper manager leads the housekeeping department. Executive housekeeper manager. Next question. Assistant executive housekeeper. Assistant executive housekeeper and floor supervisors. Assistant executive housekeepers and floor supervisors manage the dash. ആര് മാനേജ് ചെയ്യും? മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അല്ലെങ്കിൽ ചോദിക്കാം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന ആരാണ്? ഹു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അങ്ങനെയും ചോദിക്കാം. അപ്പൊ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. തിരിച്ചും ചോദിക്കാം കേട്ടോ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. Next question. What kind of a person should a housekeeping employee? What kind of a person should a housekeeping employee? എങ്ങനെയുള്ള ആളായിരിക്കണം housekeeping employee? Inexpert and lowest paid. Inexpert and lowest
paid. Next question. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നേ? ഇനി ആറാമത്തെ. ഓക്കെ, 6th question ആണ്. All tall cupboard, all tall cupboard അല്ലെങ്കിൽ a tall cupboard എന്ന് എഴുതിയാലും മതി കേട്ടോ, all വേണ്ട. A tall cupboard with a door, a tall cupboard with a door used for storage. Used for storage is called closet. Is called a dash nata. Is called a dash. A tall cupboard with a door used for storage is called a dash. Closet. 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 Seventh question. Which of the following is not included in daily cleaning? Which of the following is not included in daily cleaning? Daily cleaning ഉൾപ്പെടാത്തത് ഏതാണ്? Which of the following is not included in daily cleaning? Options ഉണ്ട്, എഴുതിക്കോ. Sweeping floors, SWEEPING, sweeping floors. Option B, mopping floors, mopping, MOPPING, mopping floors. Option C, waxing floors, waxing floors. Option D, dusting, DUSTING. സോറി, അവിടെ ഡസ്റ്റിംഗ് കൊടുക്കണ്ട കേട്ടോ, ഡി മാറ്റിക്കോ. ഡസ്റ്റിംഗ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഒരെണ്ണം വേറൊരെണ്ണം കൊടുക്കാലോ. രണ്ടിലും വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട, രണ്ടിലും വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ എഴുതിക്കോ. ക്ലീനിങ് ഓപ്ഷൻ ഡി ആയിട്ട് എഴുതിക്കോ കേട്ടോ. ക്ലീനിങ്, ക്ലീനിങ് ഓപ്ഷൻ ഡിയിൽ എഴുതാം. അല്ലെങ്കിൽ ഡിസ്ചാർജ് ക്ലീനിങ് എഴുതിക്കോ. ഡിസ്ചാർജ് ക്ലീനിങ് എഴുതിക്കോ. ക്ലീനിങ് വേണ്ട, ഡിസ്ചാർജ് ക്ലീനിങ് നോക്കാം. ഇപ്പൊ ഡെയിലി ക്ലീനിങ്ങില് നോട്ട് ഇൻക്ലൂഡഡ് ആണല്ലോ, അപ്പൊ അതിനകത്ത് രണ്ടും വരും കേട്ടോ. ബോത്ത് സിയും ഡിയും വരും. അല്ലെങ്കിൽ നിങ്ങൾ ഡി എന്നുള്ളത് ഓപ്ഷൻ നൺ ഓഫ് ദ എബോ തന്നെ കൊടുത്തോ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിക്കോ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡെയിലി ക്ലീനിങ്? സി, ഫസ്റ്റ് ഓപ്ഷൻ എ സ്വീപ്പിംഗ് ഫ്ലോർസ്, ഓപ്ഷൻ ബി ആണ് മോപ്പിംഗ് ഫ്ലോർസ്, ഓപ്ഷൻ സി വാക്സിംഗ് ഫ്ലോർസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ എന്ന് എഴുതിക്കോ. നെക്സ്റ്റ് നമുക്ക് അത് അടുത്ത ക്വസ്റ്റ്യൻ ആക്കി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. ക്ലിയർ ആയോ? 9th ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ക്ലിയർ ആയില്ലേ? 4 ഓപ്ഷനാ പറഞ്ഞ്. എ സ്വീപ്പിംഗ് ഫ്ലോർസ്, ബി മോപ്പിംഗ് ഫ്ലോർസ്, സി വാക്സിംഗ് ഫ്ലോർസ്, ഡി നൺ ഓഫ് ദ എബോ.
ഏതാ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാ? വാക്സിൻ ഫ്ലോസ്. പിന്നെ സീലിംഗ്, ക്ലീനിങ് ഒക്കെ രണ്ടിലും, ഡസ്റ്റിംഗ് ഒക്കെ പീരിയോഡിക് ക്ലീനിങ്ങിലും വരുന്നുണ്ട് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Next question. A hospital housekeeping checklist. A hospital housekeeping checklist. A hospital housekeeping checklist is used by dash. A hospital housekeeping checklist is used by dash. ആരാ ചെക്ക്ലിസ്റ്റ് യൂസ് ചെയ്യുന്നേ? Hospital housekeeping checklist is used by hospital housekeepers. Okay, very good. Hospital housekeepers. Next question. IV poles means IV pole. ഇന്നിപ്പോ എടുത്തത് നമ്മള് IV poles POLES means IV poles means എന്താ മീൻ ചെയ്യുന്നേ? Intravenous. Intravenous poles. Intravenous poles. Intravenous poles. Next question. Which of the following is not an organic matter? ഓർഗാനിക് മാറ്റേഴ്സിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? Which of the following is not an organic matters? ഓപ്ഷൻ എഴുതിപ്പോ. ബ്ലഡ്, ഓപ്ഷൻ എ ആണ് ബ്ലഡ്. പസ്, ഓപ്ഷൻ ബി പസ്. ബ്ലഡ്, പസ്, ഫീസസ്, blood, pus, feces, sputum, 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 sputum. ഏതാ ഓർഗാനിക് മാറ്റേഴ്സിൽ വരാത്ത? മൂന്നെണ്ണല്ലേ നമുക്ക് എക്സാമ്പിൾ തന്നേക്കുന്ന ഇവിടെ. ഏതാ വരാത്ത? പസ് ആണ്. പസ് ബോഡി ഫ്ലൂയിഡ്സിനകത്ത് വരുന്ന പസ്. ഓക്കെ, ഓക്കെ. അപ്പോ
നമുക്ക് എന്താ ക്ലാസ് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A good disinfectant a good disinfectant should be a good disinfectant should be dash in water. Option A, soluble. Option B, float. FLOAT, float. Option C ആണ് sink, SINK, sink. Option D ആണ് both C and B. എയും ബിയും സി അല്ല പറഞ്ഞു, both B and C. Both B and C. A good disinfectant should be dash in water. എങ്ങനെയായിരിക്കണം? വാട്ടറില് soluble ആയിരിക്കണം. Soluble in water. ഓക്കെ. അപ്പൊ നമ്മൾ അത്ര ഒന്ന് ഇതായിട്ടാണ് നമ്മുടെ ക്ലാസ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഹൗസ് കീപ്പിംഗ് സർവീസ് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് എടുത്ത ഭാഗത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കാം. നിങ്ങൾ അതും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? നെക്സ്റ്റ് നമുക്ക് എന്താണ് ട്യൂസ്ഡേ അല്ലേ വരുന്നത്, അപ്പൊ പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. താങ്ക് യു. Okay, thank you, teacher. Okay, thank you, teacher.